ഓണം നമുക്ക് ഓർമ്മകളുടെ വസന്തമാണ്. ആ വസന്തം നമ്മുടെ കുട്ടിക്കാലം കൂടിയാണ്. എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ഓണക്കാലം ഞങ്ങളുടെ നാട്ടിലെ കൽപ്പന പബ്ലിക് ലൈബ്രറി നടത്തി വരാറുള്ള 10 ദിവസത്തെ ഓണാഘോഷ പരിപാടികളാണ്. അതിൽ 10ാമത്തെ ദിവസമാണ് നാടകം. ആ രാത്രിയിൽ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ ഒത്തുചേരും. അന്നൊരു നാടകത്തിൽ വില്ലനായി രംഗപ്രവേശം ചെയ്ത ഒരാളെ കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. ആൾക്കൂട്ടം കണ്ണു പറിക്കാതെ നോക്കി നിന്ന അതിക്രൂരനായ ആ വില്ലനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത്. അന്നത്തെ ആ കൗമാരക്കാരൻ്റെ തട്ടകം ഇന്ന് സിനിമയാണ്. ഞങ്ങൾ ഇരുവരും ഒരേ നാട്ടുകാരാണ്. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയാണ് ഞങ്ങളുടെ സ്വദേശം. ശങ്കർജി, ആദ്യം തന്നെ ഓണാശംസകൾ. ഒപ്പം സ്റ്റോറീസ് അറൗണ്ടിലേക്ക് സ്വാഗതം. നമുക്ക് ആ കുട്ടിക്കാലം എന്ന് പറയുന്ന അതിലേക്ക് തന്നെ ഒന്ന് പോയാലോ? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു ടോക്ക് പ്ലാൻ ചെയ്തപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഞാൻ സ്കൂൾ നാടക മത്സരത്തിൽ പങ്കെടുത്താണ് എൻ്റെ ആദ്യത്തെ അനുഭവം നാടകവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അന്നൊന്നും നാടകത്തെ ഇത്ര സീരിയസ് ആയിട്ട് കാണുമോ അല്ലെങ്കിൽ അഭിനയം അത്ര സീരിയസ് ആയിട്ട് കാണുമൊന്നുമല്ല. അന്ന് കുറച്ച് കുട്ടികളിൽ നിന്നും അധ്യാപകനാണ് തിരഞ്ഞെടുക്കുന്നത്. അതിലൊരു വേഷം എനിക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾ നാടക മത്സരത്തിൽ യൂത്ത് ഫെസ്റ്റിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. അത് പിന്നെ ഞങ്ങൾ നാഷണൽ ലെവലിൽ വിദ്യാരാജ കലോത്സവങ്ങളിൽ കളിച്ച് അവിടെയും സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുമായിട്ടാണ് ഞാൻ നാടകമായിട്ട് ബന്ധപ്പെടുന്നത് ആദ്യം. അതിനുശേഷം നാട്ടിൽ അന്ന് ഞാൻ ഹോസ്റ്റലിലായിരുന്നു, കോട്ടയമായിരുന്നു, വിദ്യാധിരാജയിലാണ് പഠിച്ചത്. അപ്പോൾ അതിനുശേഷം കൽപ്പനയായിട്ട് ബന്ധപ്പെടുന്നു. കൽപ്പനയപ്പം നാടകം സജീവമായിട്ട് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്നു. ആ തലമുറയിൽ നിന്ന് മാറി കുറേ കൂടെ സീരിയസ് ആയിട്ട് നാടകത്തിനെ കണ്ടിട്ട് പഠിച്ച് നന്ന വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ട് കുറേ പുതിയ ആൾക്കാരെയൊക്കെ പരീക്ഷിക്കുന്ന സമയത്താണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം അങ്ങനെ പാമ്പാട്ടി എന്ന് പറയുന്ന കാർത്തികേയൻ പടിയത്ത് അദ്ദേഹം എഴുതിയിരിക്കും തോന്നുന്നു. അങ്ങനെയാണ് ആദ്യം നാടക അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ട നാടകം എന്നൊക്കെ പറയും. അന്നും എനിക്ക് ശാരീരികമായിട്ട് വലിയ വലിപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരു സാമ്പ്രദായിക വില്ലൻ്റെ ഒരു ആകാര വടിവൊന്നും ഇല്ല. എന്നാലും പെർഫോമൻസ് വൈസ് മാത്രം കൊണ്ട് ആ കഥാപാത്രം വിജയിച്ചു എന്നറിയുന്നതിൽ വളരെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെ നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അഭിനയിപ്പിച്ചൊക്കെ നോക്കിയല്ലേ ആ നാടകത്തിലേക്ക് ആൾക്കാർ. അതിന് ആദ്യം ശാരീരികമുള്ളവരെയൊക്കെ അഭിനയിപ്പിച്ച് നോക്കി. അപ്പോൾ ബാക്കിയുള്ളവരും പിള്ളേർ സെറ്റാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ ശാരീരികമായ ഇതുകൊണ്ടൊന്നും അത് നോട്ടീസബിൾ അല്ലായിരുന്നു അന്നത്തെ ആ നാടകത്തിൽ. എന്തായാലും അതൊരു വൻ വിജയമായിരുന്നു. ആ നാടകക്കാലം നമുക്ക് ശരിക്കും അഭിനയത്തിൻ്റെതായ ഒരു ഗ്രിപ്പ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ? ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പലരിൽ. തീർച്ചയായിട്ടും അത് പലരും സംവിധാനം ചെയ്യുമ്പോഴെല്ലാം നമ്മളിൽ നടൻ എത്രയ്ക്കായാലും അവരുടെ എല്ലാം കൈകളിൽ കൂടിയല്ലേ വളരുന്നത്. ഇപ്പം ഞാനൊരു അക്കാഡമിക്കലി ഒരു 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 സ്കൂളിൽ പോയി ആക്ടിങ് പഠിച്ചിട്ടില്ല. പിന്നെ ധാരാളം നാടകങ്ങൾ കാണുക, സിനിമകൾ കാണുകയും അതൊക്കെ നമ്മളെ അതിൽ നിന്നെല്ലാം പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ. നമ്മൾ തന്നെ പഠിച്ചാലേ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ. നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം. നമ്മുടെ തെറ്റുകളെ നമ്മൾ കുറേയൊക്കെ ഡയറക്ടേഴ്സ് കറക്റ്റ് ചെയ്യും നാടകം ചെയ്യുന്നോണ്ടിരിക്കുമ്പോൾ. അങ്ങനെ പലരിൽ നിന്നും കിട്ടിയ അറിവുകളെ വെച്ചിട്ട് പിന്നെ നമ്മളുടെ ഒരു ശ്രമവും ബോധപൂർവമായ ശ്രമവും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്ത് വരാൻ പറ്റുന്നു. നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് കയറുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട് തങ്ങി നിൽക്കുന്ന നമ്മളൊരു കുട്ടിക്കാലം ആണല്ലോ നമ്മൾ പറഞ്ഞ. കുട്ടിക്കാലത്തെ ഒരു ചെറിയ കാര്യം കൂടെ. അപ്പം ഞാൻ പഠിച്ചത് നമ്മുടെ ശങ്കർജിയുടെയൊക്കെ ആ ഏരിയയിലെ മാടപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിൽ CSUP സ്കൂളിലുമാണ്. അപ്പം ഞങ്ങൾക്ക് ഉച്ച ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞങ്ങൾ മിക്കവാറും ആഴ്ച ഒരു 2-3 ദിവസം നിങ്ങളുടെ വീട്ടിൽ വരും, കുടുംബ വീട്ടിൽ, തറവാട്ടിൽ. അപ്പം നമ്മളെ അത് അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു കാവുണ്ട്, 2 ആനയുണ്ട്. ആ ആനയെ ഇത് ചിട്ടവട്ടങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാപ്പാനുണ്ട്, ഒരു കൊമ്പൻ മീശക്കാരനൊക്കെ. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് ഭയങ്കരമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോടുള്ള ബഹുമാനത്തെക്കാളും ഭയത്തെക്കാളും ഏറെ നമ്മൾ ഈ ആനപ്പാപ്പാനെ ശ്രദ്ധിച്ച് നിൽക്കും. അപ്പോൾ ഈ ആനവാല് പറിച്ചു തരുന്ന അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ട്. ആ കുട്ടിക്കാലത്ത് അത് എങ്ങനെയാണ് അത് ഞങ്ങളെക്കാൾ എന്തുമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു കൗതുകം? ആന എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമായിരുന്നു. കാര്യം കുഞ്ഞിലെ അറിയാമല്ലോ, അറിയാം, ആനയും കടലും ഒക്കെ നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് വലിയച്ഛൻ ആന മേടിച്ചതുമൊക്കെ. പക്ഷേ എൻ്റെ ഒരു ബാല്യം എന്ന് പറയുന്നത് ഞാനൊരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് തറവാട്ടിലേക്ക് സ്ഥിരമായിട്ട് മൊസത്തിനെത്തുന്നത്. അതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരം അച്ഛൻ സെക്രട്ടേറിയറ്റിലുള്ള AGS ഓഫീസിലായിരുന്നു, ഓഡിറ്റ് ഓഫീസിലായിരുന്നു. അപ്പോൾ ഞാനൊരു 9 വയസ്സ് വരെയൊക്കെ പഠിച്ചതുമൊക്കെ തിരുവനന്തപുരമാണ്. നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചത്
തിരുവനന്തപുരത്ത്. ആര്യ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ആ. അപ്പോൾ അവിടുന്ന് പിന്നെ ഞാനൊരു 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മാടപ്പള്ളിയിൽ സ്ഥിരതാമസമായിട്ട് ഓക്കെ. വരുന്നത്. ആ. അപ്പം അതിനൊക്കെ മുമ്പെയാണ് നിങ്ങൾ ഈ വരുന്ന ഈ കാലഘട്ടം ആനയൊക്കെ നിൽക്കുന്ന 2 ആന നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് അതിനൊക്കെ കുറച്ച് എൻ്റെ ആ ഒരു 4ാം ക്ലാസ് വരെ എൻ്റെ പഠിത്തത്തിൻ്റെ. ഓക്കെ. അപ്പോൾ അന്നൊക്കെ ഈ വലിയ അവധിക്കൊക്കെ മാത്രമേ ഇതുമായിട്ടൊരു മിങ്കിളിങ് ഉണ്ടാകും. വരത്തുള്ളൂ. ബാക്കി ഞാൻ തിരുവനന്തപുരം. ആ. ആ. അതിനുശേഷം അതിൽ ഒരെണ്ണം ചെരിഞ്ഞു. പിന്നെ ഒരു ആന ഉണ്ടായിരുന്നു. ആ. പിന്നെ അതിനെ ഒരു ഞാൻ എട്ടിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അതിനെ കൊടുത്തിട്ട് വേറെ ഇപ്പം ഈയിടെ ചെരിഞ്ഞ കിരൺ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആന ആ. ഒരു വെളിച്ചനൊക്കെ പോയി അതിനെ മേടിച്ചു. ആ. അതിനെ കൊടുത്തതിന് ആ. ശേഷം പിന്നെ ആ ആനയായിരുന്നു ദീർഘകാലം വീട്ടിലുണ്ടായിരുന്നു. ഈ ചെറുപ്പത്തിൽ ഇതിനെ ഇത് ചിട്ട പഠിപ്പിക്കുന്ന ഇതിനെ മേയിച്ചോണ്ട് നടക്കുന്ന നമ്മുടെ ആ ക്യാരക്ടറില്ലേ, ഒരു ആനപ്പാപ്പ എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ, അത് നമുക്ക് അയാളെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ ഇല്ലേ? അതൊക്കെ അറിയാതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് ഈ ആദ്യത്തെ ആനയെ കൊടുക്കാൻ തന്നെ കാരണം ഞാൻ എപ്പോഴും ഇതിൻ്റെ കീഴെ പോയി കയറുന്നത് കൊണ്ടായിരുന്നു. അത് ഇച്ചിരി വഴക്കൊക്കെ ഉള്ള കൂട്ടത്തിൽ ഞാൻ നേരിട്ട് എൻ്റെ മുറ്റത്ത് വെച്ച് ആനക്കാരനെ കുത്തുന്നതൊക്കെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ളയാളാണ്. അപ്പോൾ അന്ന് ഈ നാക്ക് അന്ന് പോവാന്നൊക്കെ പറയുന്ന ഒരു സംഭവം പറയാൻ പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ആൾ മരിച്ചുപോയി എന്നുള്ള ഒരു ഭീതി എനിക്ക് അന്ന് കയറി എനിക്ക് പറയാൻ പറ്റുന്നില്ല, ആന കുത്തി എന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യത്തെ അനുഭവമാണ് അത് കണ്ടോണ്ട് നിൽക്കുവാണ്. അത് കണ്ടോണ്ട് നിൽക്കുക. പക്ഷെ അത് പലരും ഇപ്പോഴൊക്കെയാണ് നമുക്ക് നാക്ക് താന്ന് പോയെന്നൊക്കെ പറയാൻ പറ്റുന്നത്. അന്ന് അതിനുള്ള അറിവ് പോലും ഇല്ലെന്നേ. ഒരു 9 വയസ്സ് ഒക്കെ ഉള്ളൂ, അല്ല ഒരു 10 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അന്ന് ഈ നാക്ക് താന്ന് പോകുന്ന വിഷയമൊന്നും നമുക്ക് പറയാനുള്ള ഗ്രാഹ്യമൊന്നും ഇല്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി എൻ്റെ ശബ്ദം പുറത്ത് വന്നില്ല. അതൊരു അനുഭവമായിരുന്നു എനിക്ക്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ അബദ്ധമൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ട ആള്. കുത്തു കൊണ്ടില്ലായിരുന്നു. അന്ന് ആന കുഞ്ഞായത് കാരണം ഊരി കുത്താനുള്ള ഒരു പാങ്ങൊന്നും അതിനറിയാനും പാടില്ലായിരുന്നു. കുറച്ച് ഒരു അമക്കമൊക്കെ ഉണ്ടായി ആളെ രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മൾ ആനയോടുള്ള അടുപ്പം ഇച്ചിരി കുറച്ചത്, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നും കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെയും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കീഴേ പോയി കയറും. അതേസമയം വീട്ടുകാർക്കൊരു പേടി. ഞാൻ എപ്പോഴും ആഹാരം കഴിക്കണമെങ്കിൽ ആനക്കാർ ആഹാരം കഴിക്കുന്നവരുടെ കൂട്ടത്തിലേ കഴിക്കുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ പോവുക, കുളിപ്പിക്കുന്ന ഇത്രയും സമയം ഞാൻ പുറത്തിച്ചാടുക. അതിനുശേഷം അപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ണൊക്കെ ചുമക്കും. കാര്യമില്ലേ, നമ്മളിതിനകത്ത് വെള്ളത്തിൽ കിടക്കും, ഇവർ കഴുകിയൊക്കെ എടുക്കുന്ന ഒത്തിരി സമയം എടുക്കില്ല. അതിനുശേഷം അതിൻ്റെ പുറത്ത് കയറി വീട്ടിൽ വരിക, അത് കഴിഞ്ഞിട്ട് ഇവർ ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുക. അങ്ങനെ അപ്പോൾ എനിക്ക് നടനൊക്കെ ആയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഞാനൊരു ആനക്കാരന് നിസ്സംശയം പറഞ്ഞു. ആണോ? ആ ആഗ്രഹം ഇതുവരെ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലേ? ശരി, അല്ല, അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. അത് നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ അവസരങ്ങൾ തേടി വരുന്ന. അപ്പോൾ സിനിമയിലേക്ക് പ്രൊഫഷണൽ നാടകത്തിനകത്ത് പോകാതെ നമ്മൾ സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നു. അത് കാരണം ബാബു ജനാർദ്ദൻ എന്ന് പറയുന്ന രചയിതാവും സംവിധായകനുമായ നമ്മുടെ തന്നെ നാട്ടുകാരൻ കൂടിയ ഞങ്ങളൊന്ന് നാടകം ചെയ്തിട്ടുണ്ട്. ബാബു ഡയറക്റ്റ് ചെയ്യുന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തോ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരും ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ നാടകം അവർ വേറെ പലരെയും പരിഗണിച്ചിരുന്നു. അതിനുശേഷം എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കൊരു പോർഷൻ തന്നു, അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങളെന്തേലും കാണിക്കുക, അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത്ര ഉള്ള ഒരു ഗ്രാവിറ്റിയൊക്കെ അന്ന് നമുക്ക് ഉള്ളൂ എന്നുള്ള നമ്മുടെ മനസ്സ് വരെ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം, തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റി പറയാം. അങ്ങനെ ആ ഡയലോഗ് ഞാൻ പറഞ്ഞു. അത് അവർക്ക് ഓക്കെ ആയി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പരിഗണിച്ചിരുന്നവരൊക്കെ മാറി ആ കഥാപാത്രം ലെല്ലിലേക്ക് വന്നു. അത് വൻ വിജയമായിരുന്നു. അത് ആ നാട്ടുകാരിൽ പിന്നീട് എനിക്ക് ആ സ്നേഹം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അത് മത്സരവേദികൾ പിന്നിട്ട് ഒരു തവണ ഓണാഘോഷത്തിന് നമ്മുടെ കൽപ്പനയിൽ രാത്രി പഞ്ചായത്ത് മേളകളൊക്കെ സജീവമാകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ധാരാളം മത്സരങ്ങൾ എല്ലാ കൊല്ലവും പിന്നെ കൽപ്പന നാടക മത്സരത്തിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ വാങ്ങാനൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ അക്കാഡമിയിലൊക്കെ മത്സര നാടകം കളിച്ചിട്ടുണ്ട്. അത് സിനിമ ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടും ഞാൻ മത്സര നാടകം കളിച്ചിട്ടുണ്ട്. അക്കാഡമിയിലും ഒക്കെ കളിച്ചു. നിൽക്കുന്ന സമയത്താണ് ആമേൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. ആമേനല്ല, എൻ്റെ ആദ്യത്തെ പടം മധു ഡോക്ടർ ആണെങ്കിലും എനിക്ക് ബ്രേക്ക് തന്ന പടം ആമേനാണ്. അതെ, അതിനകത്ത് ആ കഥാപാത്രം അല്ലേ? ആ കഥാപാത്രം പാപ്പി എന്ന് പറയുന്ന കഥാപാത്രമാണ് എനിക്ക് ബ്രേക്ക് തന്നത്. അതെ. നമ്മുടെ പിന്നെ ലിജോ ജോസ് സാറുമായിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു, എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അറിവ് വെച്ച് പറയാണ്, ആ ക്യാരക്ടർ ഒരു 3-4 പേരെ കൊണ്ട് അവർ ചെയ്യിച്ചായിരുന്നു എന്ന് എനിക്കൊരു. പാപ്പിക്ക് പകരം ഞാൻ പകരക്കാരനത്.
പകരക്കാരനാണ്. ആദ്യം അവർ ആരെയൊക്കെയോ തീരുമാനിച്ചിരുന്നു. എന്തൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അത് നടക്കാതൊക്കെ വന്നു. വേറെ ഒരു 5-8 പേര് അവിടെ ഓൾറെഡി സെറ്റിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്നും അല്ല ബിഷപ്പ് ബാബയുടെ രൂപം എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അത് ബാബു ജനാർദ്ദൻ എഴുതിയാണ്, സിറ്റി ഓഫ് ഗോഡ് എന്ന്. സിറ്റി. വളരെ ആൾക്കാർ അതെ, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ വളരെ കണ്ടവരെല്ലാം ഭയങ്കര അഭിപ്രായം പറയുകയും ഇന്നത്തെ കാലത്താണ്, അത് കുറച്ച് കാലത്തിന് മുമ്പേ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ, ഓരോ സിനിമയ്ക്ക് ഓരോ വിധിയുണ്ട്, അതനുസരിച്ചിട്ട് വിജയവും. അതെ അതെ, നല്ല സിനിമ എല്ലാം ഓടണമെന്നില്ല. അതെ അതെ അതെ. അപ്പോൾ അതിൽ ഞാൻ വരുമ്പം ജിജി ജോയ്ക്ക് എന്നെ വലിയ പരിചയമില്ലെങ്കിലും രൂപം കൊണ്ട് പുള്ളി ഓക്കെ പറഞ്ഞതാണ്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ബാബു പറയുന്നതനുസരിച്ചിട്ട് ഞാൻ ചെന്നു കണ്ടു. ആ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ അത് നമ്മുടെ പഴയ രോഹിണി എന്ന് പറഞ്ഞ നടിയുണ്ട്, രോഹിണി, ഭർത്താവായിട്ടായിരുന്നു. ഞാൻ ആൻറ്റി എന്ന് പറയുന്ന ഒരു തമിഴ് ക്യാരക്ടറായിരുന്നു. അവർ ചെയ്തു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് വളരെ കാര്യമായിരുന്നു എന്നത്. അപ്പം അങ്ങനെ ഒരു പരിചയം കിടക്കുന്നത് കൊണ്ട് ആമേൽ ശരിക്കും എനിക്ക് ഇതല്ലായിരുന്നു. ഒരു ക്യാരക്ടർ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നു, പക്ഷെ അത് ഈ ക്യാരക്ടറൊന്നും അല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി ഇവർക്ക് ഈ ക്യാരക്ടർ സൂട്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നോട് കയറി വരാൻ പറയുന്നു. അങ്ങനെ ഞാൻ ചെല്ലുന്നു. അവിടെ ചെന്ന് ഞാൻ ചെന്നു എൻ്റെ ഒരു ഷോട്ട് എടുത്തു, വിത്ത് ഡയലോഗ് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പം സെറ്റി മൊത്തം എല്ലാവരും പറയാൻ തുടങ്ങി വിഷക്കോൽ പാപ്പി എന്ന് പറഞ്ഞാൽ ഏതാണ് വിഷക്കോൽ അതാണ് ഒരു. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ തന്നെ പരിചയം ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായത് അതുകൊണ്ടാണ്. ആ ഒരു സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സിനിമ ചെയ്തതിൻ്റെ ബലത്തിലാണ്. ഓക്കെ. പിന്നീട് നമ്മൾ എങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്? അതല്ലേ ശരിക്കും നമ്മളെ ഒന്ന് നമ്മുടെ അതിന് മുമ്പ് സിനിമ വേണോ വേണ്ടയോ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ആമേന് ശേഷം ഉൾട്ട ഒറ്റയടിയാണ്. അതുവരെ എനിക്ക് ധാരാളം കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തെ വർത്തമാനങ്ങൾ, അതിന്റെ പുറകെ അവൻ നടക്കുകയാണ്, അവനതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനത്തെ ചില സംഭാഷണങ്ങളും. അത് ഒരു ഘടകം എന്നെ കാണാനൊരു നടനെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അഭിനയമല്ല, ഇപ്പം മമ്മൂക്കായെ പോലെ ഇരിക്കണമല്ല സുരേഷ് ഗോപി. പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഇന്നതൊക്കെ കുറച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പെർഫോമൻസ് ആണ്. അതെ, നടനെ തീരുമാനിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം തന്നെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം അതൊരു അപ്പിയറൻസ്. ഇപ്പം കാസ്റ്റിംഗ് കുറെ കൂടെ ഒരു സീരിയസ് ആയി. ഓക്കെ. അതിനകത്തും ഫഹദ് ഫാസിലുണ്ട്. പിന്നെ നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിനകത്ത് ഫഹദ് ഫാസിലുണ്ട്. ഞാൻ പ്രകാശത്തിൻ്റെ സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിലുണ്ട്. അത് നിങ്ങൾ തമ്മിലൊരു എങ്ങനെയായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ഒരു അടുപ്പവും? അദ്ദേഹമായിട്ട് അടുപ്പം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും പുള്ളി. നമ്മളുമായിട്ടൊരു വലിയ വ്യത്യാസമില്ലാതെ തന്നെ ബിഹേവ് ചെയ്യും. പിന്നെ വേഷം ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞാലും കംഫർട്ടബിളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സുഖമായിട്ടൊന്ന് വേഷം ചെയ്യാം. ഒരു കോ ആർട്ടിസ്റ്റിനോടുള്ള അദ്ദേഹം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഹെൽപ്ഫുള്ളാണ് ഒരു ആർട്ടിസ്റ്റിനോട്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മൾ പലരെ മിക്ക പേരും ഒക്കെ അങ്ങനെ നിൽക്കും. എന്നാലും ഇദ്ദേഹം നമ്മളിപ്പോൾ ഒരു സജഷൻ പറഞ്ഞാലും നമുക്ക് അതിനുള്ള ഒരു സ്പേസ് തരും. പിന്നെ ദൃശ്യം 2, 3 രണ്ടിലും ലാൽ സാറുമായിട്ടാണ് കോമ്പിനേഷൻ അല്ലേ? ലാൽ സാറുമായിട്ടുള്ള ഇത് ശരിക്കും ഒരു ഇൻറ്റിമസി ഉണ്ട്. ഈ ലാൽ സാറ് നമ്മൾക്ക് എങ്ങനെയായിരുന്നു? അല്ല, അദ്ദേഹമായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഭ്രമരം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ പിന്നെ ബ്ലസ്സി സാറുണ്ട്. ഭ്രമരം എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് ഞാൻ ഒക്കെ ഞങ്ങൾ തമ്മിൽ. അതുപോലെ ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ. വിത്ത് ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടായിരുന്നു. അത് ഞങ്ങൾ തന്നെ ക്യാമറയൊക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ്. പിന്നെ എനിക്ക് നമ്മുടെ ഞാൻ പ്രകാശ് സിനിമയ്ക്കകത്ത് ആ വേഷം ചെയ്തതിന് ശേഷം സത്യനന്ദിക്കാട് സാറ് ഒരു ടോക്കിലെ ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചതാണോ അതോ ഇൻ്റർവ്യൂ ആണോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ജയശങ്കറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിങ് ഞാൻ പ്രതീക്ഷിച്ചതിലും ഒക്കെ അപ്പുറത്തേക്ക് ആ ക്യാരക്ടറിനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റിയെന്ന് എന്നോട് ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യനന്ദിക്കാട് സാറുമായിട്ട് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത്? കാര്യം എല്ലാവരുടെയും ഒരു മോഹമാണല്ലോ സത്യനന്ദിക്കാടിൻ്റെ സാറിൻ്റെ പോലൊരു. അല്ല, അത് ഞാൻ ഈ കുറച്ച് വേഷങ്ങൾ 94 മുതൽ ഞാൻ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് സിനിമകളൊക്കെ ആണെന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അടുത്ത് പലരും പറയാൻ തുടങ്ങി സത്യനന്ദിക്കാടുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ പാറ്റേൺ ഓഫ് ആക്ടിങ്ങിന് പറ്റുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ധാരാളം ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ കുറച്ച്
ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാൾ ഗ്രാമീണനൊക്കെ ആയതുകൊണ്ട് എനിക്കത് നേരിട്ട് പോയി കാണാനൊന്നും സാധിച്ചിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ആകസ്മികമായിട്ടിങ്ങനെ വിളി വരുമായിരുന്നു. അങ്ങനെ വിളി വന്നു. അപ്പോഴും ഞങ്ങൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്നോട് ഈ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ എൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേദിവസം എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ഉച്ച കഴിയുമ്പോൾ എത്തണമെന്ന് പറഞ്ഞു. നേരത്തെ ഡയറക്ടർക്കൊന്ന് കാണാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് കയറി ചെന്നു. ഒരു 4 മണിയോട് അടുപ്പിച്ച് ഞാൻ ചെന്നു. 4-5 മണിയാകുമ്പോഴത്തേക്ക് ചെന്നു. പക്ഷേ അപ്പോഴത്തേക്ക് അദ്ദേഹം എന്തോ തിരക്കിലായിരുന്നു. ബിക്കോസ് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഇതിൽ തിരക്കിലായിരുന്നു. അപ്പോൾ സത്യേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്, വരുമ്പം ഞാൻ വിളിക്കാം എന്ന് മാനേജർ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ അന്ന് ഉള്ളി ലേറ്റായി വന്നപ്പോൾ. അപ്പം ഞങ്ങൾ തമ്മിൽ അന്നേരവും കാണാൻ പറ്റിയില്ല. ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഞാൻ പോയി കോസ്റ്റ്യൂമൊക്കെ അവർ തന്നു. എല്ലാം ഫിക്സ്ഡ് ആണല്ലോ, ക്യാരക്ടറൊക്കെ ഫിക്സ്ഡ് ആണല്ലോ. അപ്പം അതിന് മുമ്പ് അദ്ദേഹമായിട്ട് ഫോണിലൊന്നും സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ക്ഷീണമുള്ള കഥാപാത്രമാണ്, അതുകൊണ്ട് താടിയൊന്നും മടിക്കേണ്ട, ഇവിടെ വന്നിട്ട് നമുക്ക് ഗെറ്റപ്പ് നോക്കിയിട്ട് ചെയ്യാം നോക്കുന്നത്. അപ്പം താടിയൊക്കെ ഇങ്ങനെ മടിക്കാതൊക്കെയാണ് ഞാൻ ചെയ്തത്. അവിടെ ചെന്നു, കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞാണ് അദ്ദേഹം വരുന്നത്. അപ്പം വന്നു കണ്ടു. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അപ്പിയറൻസ് ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് കാലമായിട്ട് പറ്റിയില്ല ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഗ്രാമീണനൊക്കെയാണ്, പക്ഷേ നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ജയശങ്കറിനെ, എനിക്ക് നിങ്ങളുടെ പാറ്റേൺ ഓഫ് ആക്ടിങ് ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ അത് സത്യം ആദ്യത്തെ ഷോട്ട് എടുക്കുന്നവരെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതല്ല, ആ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ആ സിനിമയിൽ ഞാൻ പ്രകാശിൻ്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് നേഴ്സ് പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആ സീക്വൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ സത്യം എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പോരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജയശങ്കർ അങ്ങനെ ചെയ്യുന്നു നോക്കാം, എന്തായാലും തെറ്റൊന്നും മാറ്റം വേണമെങ്കിൽ പറയാമെന്നുള്ളൊരു സ്വീകരിച്ചു അദ്ദേഹം. പിന്നെ അത് എൻ്റെ ഷൂട്ട്, എൻ്റെ പോർഷൻ കഴിഞ്ഞു. ഞാൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ ബാക്കി ഷൂട്ട് നടക്കുന്ന സമയത്തും ഞാൻ അവിടെ പോയിരുന്നു, കാണുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ഞാൻ അഭിനയിച്ചായിരുന്നു. ശങ്കർജി അഭിനയിച്ച് തുടങ്ങുന്ന കാലം, നാടകം പിന്നെ സിനിമയിലേക്ക് എത്തി നിൽക്കുന്ന ആ കാലം, സിനിമ മോഹിച്ചുള്ള അതിനെ ഒരു ഡ്രീം പോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന കാലത്തൊക്കെ നമുക്ക് സാമ്പ്രദായികമായി അന്ന് ചിന്തിക്കുമ്പോൾ ഒരു ആകാര സൗഷ്ഠവം, ഗ്ലാമർ, ശരീരഘടന, അങ്ങനെ ഒരു നടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന, പലരുടെയും മനസ്സിൽ നിൽക്കുന്ന ചില ചിന്തകളുണ്ടല്ലോ. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത്യാവശ്യം ഇന്നിപ്പം ഈ നിലയിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകുമ്പം ഒരുപക്ഷെ വീട്ടുകാർക്കും അല്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും ഉള്ള ഒരു അടക്കം പറച്ചിലിനെ എല്ലാം നമ്മൾ പലപ്പോഴും തരണം ചെയ്തല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്കൊരു സക്സസ് ഉണ്ടായി കഴിയുമ്പോഴത്തേനുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നത്? അത് ഇപ്പോൾ ആൾക്കാർക്ക് എന്നെ എവിടെ കണ്ടാലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തല്ലുകൊള്ളുന്ന കണ്ടല്ലോ, സിനിമയിൽ തല്ലുകൊള്ളുന്ന കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ കളിയാക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് വരെ ചെയ്ത എല്ലാ സിനിമയ്ക്കകത്തും ചിലപ്പോൾ അടികൊള്ളുന്നതും ഒക്കെ സീക്വൻസ് ഉണ്ടാവും. ഇപ്പോൾ പ്രേമത്തിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഫസ്റ്റ് ചെയ്ത വധു ഡോക്ടറിലുണ്ടായിരുന്നു. ജയറാം ചേട്ടനും അതുപോലെ തന്നെ കൂട്ടത്തിൽ പ്രൗഡെല്ലാം കൂടി അടിക്കുന്നു. ത്രീ മെൻ ആർമി ആർമിയൊക്കെ അതിന് ശേഷമാണ്, ഡോക്ടറാണിന് ശേഷമാണ് 3 മെൻ ആർമി. അപ്പോൾ എല്ലാ സിനിമകൾക്കകത്തും ഈ പ്രേമത്തിനകത്ത് തല്ലുകൊള്ളുന്നു, ആമേനകത്ത് തന്നെ ഈ ഇതെടുത്ത് ഒരയ്ക്കുന്നതിന് തല്ലുകൊള്ളുന്നു, എല്ലാത്തിനകത്തും ഒരു അടി മസ്റ്റായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതിവിടെ വലിയ ആഘോഷമായിരുന്നു, അവർക്ക് ഭയങ്കര തമാശയായിട്ട്. അതായത് ഞാൻ തല്ലുകൊള്ളുന്ന കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പോകും. പക്ഷേ ആമേനൊക്കെ എത്തിയപ്പോൾ, ആമേൻ എത്തുമ്പോഴത്തേക്ക് ഒറ്റ തിരിച്ചിലായിരുന്നു. പിന്നെ ഞാനിതൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഇവർ തള്ളി എന്നെ സിനിമയിൽ എത്തിച്ചു എന്ന് പറയുന്ന ഒരു വിഷക്കോല് പാപ്പിക്ക് ശേഷം പിന്നെ ഇവർ നമ്മളെ അങ്ങ് ഏറ്റെടുക്കുന്ന പോലെ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നല്ലേ, എന്നുള്ള ഇതിലേക്കായി. പിന്നീട് ഇവർ പല സിനിമകൾ കാണലും ഒക്കെ പിന്നീട്, അന്ന് ഇന്നത്രയും വൈഡായിട്ട് സിനിമ കാണാനുള്ള, തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് സാധ്യതകൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞാലും. അതെ, അല്ലെങ്കിൽ ഇത്രയും വൈഡായിട്ട് അതിൻ്റെ ബാക്കിയുള്ളതൊന്നും വരികയല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആമേനൊക്കെ വന്നതോടുകൂടി ട്രോൾ ആ സമയത്ത് 104 ട്രോളും കണ്ടു റെക്കോർഡായിരുന്നു ആ വർഷത്തെ. എന്ത് ട്രോൾ വന്നാലും അതിന് ഞാൻ രാജേഷും കൂടെ നിൽക്കുന്നതും നോക്കുന്നതുമായിട്ടുള്ള സീക്വൻസ് ഇട്ട് ഉള്ള ഇതൊക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ 104 എണ്ണം കണ്ട് അന്ന് വന്നു. ഇപ്പോഴും പല സംഭവം വന്നു കഴിഞ്ഞാൽ ഇതിനെ വെച്ചിട്ടാണ് ട്രോൾ വന്നത്. അപ്പോൾ അത് അത്രയും റീച്ച് കിട്ടി. അപ്പോൾ പിന്നെ ഇവർ പലപ്പോഴായിട്ട് പല സിനിമകളും പിന്നീട് ചാനൽസ് എല്ലാം കൂടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല തലപ്പാവ് മാതിരിയുള്ള സിനിമകളൊക്കെ ഇവർ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോഴൊക്കെ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ
ആദ്യം അവർ കണ്ടപ്പോൾ തലപ്പാവിൽ എന്നെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതെ അതെ. ആമേന് ശേഷം അത് വീണ്ടും കാര്യം ആമേൻ ആ. കാണാത്തവർ വളരെ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് സിനിമയെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ കണ്ട ഒരു സിനിമ. ആമേൻ പ്രേമമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എന്നെ പെട്ടെന്ന് നോട്ടീസബിളായി തുടങ്ങി. ആ, ഓ, അപ്പോൾ അങ്ങനെ അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് കുറച്ചുകൂടെ റീച്ച് കൂടി. ഓക്കെ 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 ഓക്കെ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഒരു നടനായിട്ട് ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്തു. മറ്റേ ഇതിനകത്ത് കൊള്ളാമായിരുന്നു, ഇതിനകത്ത് കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. ആ ആ ആ, അതുവരെ കളിയാക്കലൊക്കെ ആയിരുന്നു. ആ, ഓ, വെട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇവൻ ഉദ്ദേശിച്ച പോലല്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. മനസ്സിലായി. ഇനിയിപ്പോൾ സിനിമ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഉള്ളൊരു അവസ്ഥയായി. ആ, ഓക്കെ ഓക്കെ. ഈ മഹേഷിന്റെ പ്രതികാരം സിനിമയ്ക്കകത്ത് ആ സീക്വൻസ് ഉണ്ടല്ലോ, മറ്റേത് നെല്ലിക്കയാണോ നെല്ലിക്ക നെല്ലിക്കയാണോ അത് കഴിഞ്ഞു പോകുന്ന വിടുന്നുണ്ട്. അത് അതിന്റെ ആ ഒരു പിന്നെ ആ കലിപ്പ് മറ്റവനെ നമുക്ക് പിടികിട്ടുന്നില്ലല്ലോ, നമ്മളെ ആക്ച്വലി ഇടിച്ചിട്ട് പോയ പിന്നെ നമ്മൾ വീട്ടിലേക്കല്ലേ കയറി ചെല്ലുന്നത്. അപ്പം ഇത് ആദ്യം ഷൂട്ട് ചെയ്തത് ഏതായിരിക്കും? ആദ്യം ഷൂട്ട് ചെയ്തത് ഞാൻ വീട്ടിലേക്ക് കയറുന്നതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണ്. കാര്യം ഇത് ഓർഡറായിട്ടൊന്നും ചെയ്യണമെന്നില്ലല്ലോ. ഇല്ല ഇല്ല, ആദ്യം വീട്ടിൽ ചെന്ന് തല്ലി പിന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സൈക്കിൾ ഇടിയെല്ലാം കഴിഞ്ഞ് വീണ് ഈ സാധനം എല്ലാം പോയി കഴിഞ്ഞിട്ടുള്ള സീക്വൻസാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അതൊരു അസാമാന്യ ഹ്യൂമർ, അതിൻ്റെ ഒരു ഭയങ്കര മൊമെൻ്റ്, അതൊരു പ്രത്യേക ഒരു ഇതായിരുന്നു അവർ ആ സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചത്. അത് ഇപ്പം എൻ്റെ അടുത്ത് ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു പോയൊരു സംഭവമാണ്. അപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് നല്ല ഗ്രാവിറ്റി ഉള്ള ഒരു സീനാണെന്ന് അറിയാം. അത് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ആരാ? ദിലീഷ് പോത്ത സാറാണോ? നമുക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, അതിൻ്റെ സംഭവം പറഞ്ഞു. ആ ക്യാരക്ടർ ഇന്നതാണ്, നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഇത് കിട്ടി അല്ലേ? ഓക്കെ. അന്ന് പറഞ്ഞു. അത് കൂടാതെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ എനിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനകത്തും എനിക്ക് നല്ല ഇത് തന്നു, ഓ ഓക്കെ നിർദ്ദേശം തന്നു. ഓക്കെ 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 ഓക്കെ. അല്ല അവരുടെ ആ ടീം എന്ന് പറയുന്നത് ഒരു ഭയങ്കര വളരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാണ് അതൊരു ക്ലാസിക്കായിട്ട് നിൽക്കുന്നത്. അതെ 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 അതെ. ശങ്കർജി, നമ്മളുടെ തുടക്കം കൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ്. അവിടുത്തെ ഓണക്കാലം, അവിടുത്തെ നാടകം. ഇപ്പം നമ്മൾ ഓണത്തിലാണ് നിൽക്കുന്നത്. അപ്പം അവർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രൊഫഷണൽ നാടക സമിതിയൊക്കെ വിളിച്ച് 10 ദിവസത്തെ ആഘോഷം ഒഴിവാക്കിയിട്ട് ഒരു നാടകമൊക്കെ കളിപ്പിച്ചങ്ങ് വിടുകയാണ്. അവരുമായിട്ടുള്ള ഒരു ബന്ധം, നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്മരണ ഒന്ന് അവരുമായിട്ടുള്ള ആ റിലേഷനൊക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഫ്രീ ടൈം കിട്ടിയാൽ ലൈബ്രറി പോകാറുണ്ട്, ക്യാരംസ് കളിക്കാറുണ്ട്. ഓ ഓ ഇന്നലെയും പോയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പുതിയ ഓക്കെ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓണമല്ലേ? ആ, ഓണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്. 1970 തുടങ്ങിയതാണ് ഈ സംഘടന. ഇപ്പോഴും അതേ ഗ്രാവിറ്റിയിൽ തന്നെ പ്രവർത്തനം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത്രയൊക്കെ ലൈബ്രറി ഗ്രേഡും കയറി കയറുന്നുണ്ട്. അതല്ല, സജീവമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അടുത്തൊക്കെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതെ 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 അതെ. അതിന് നഷ്ടമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അതെ അതെ അതെ. പിന്നെ കൽപ്പനയുടെ ഓണം ആണ് നടൻ എന്നുള്ളത് രഹസ്യമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ നാടകം തുടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിലേക്കൊക്കെ വന്ന് പെടുമോന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ നമ്മളിപ്പോൾ എത്ര ഇല്ലായ്മയിലും വല്ലായ്മയിലും എന്തുമാത്രം പ്രളയവും ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നവും തൊഴിലില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും ഓണം നമുക്ക് ഓണം തന്നെയാണ്. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്? എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാനിങ് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓണത്തിൻ്റെ പ്ലാനിങ്ങിനകത്ത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ആണ് ഈ പ്രാവശ്യത്തെ ഓണം. നിവിൻ പോളിയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-ാമത്തെ 2-3 സിനിമ നേരത്തെ ചെയ്തിട്ടുണ്ട്. പ്രേമം അതൊക്കെ ഹിറ്റായിരുന്നു. 1983 ഉണ്ട്. അങ്ങനെ കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കായംകുളം കൊച്ചുണ്ണി ചെയ്തു. പിന്നെ അദ്ദേഹവും നല്ല ഇതല്ലേ, പിന്നെ ഭയങ്കര കാര്യമാണ്, നല്ല രസമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഇന്നത്തെ ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ? പുതിയ സിനിമയുടെ ഒരു ഓർമ്മ, അത് തിയേറ്ററിൽ പോയി കാണുന്നു, അതോ കണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ വീട്ടുകാരുമായിട്ടുള്ള ഒരു സംഗതി, ഓണം ആഘോഷം, അതിൻ്റെ സ്മരണകൾ, ഓർമ്മകൾ എല്ലാം ഉണ്ട് ഇപ്രാവശ്യം ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ഓണം, കൽപ്പനയുടെ ഓണം, വീട്ടുകാരുടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഓണം, ഓക്കെ, അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഓണം. ഓക്കെ. അപ്പം എല്ലാ മലയാളികൾക്കും, ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ, ഏറ്റവും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.